കർത്താവ് ഞങ്ങളെ രാവിലെ സമയം കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. ഈ ആഴ്ചയുടെ കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവം ഞങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സാവകാശം ഒരുക്കി തന്നിരിക്കയാൽ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ്മകളൊക്കെ ദൈവം അനുഗ്രഹിച്ചല്ലോ. പാടുവാനും ആരാധിപ്പാനും ഒക്കെ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി കരയേറ്റുവാൻ ദൈവം ഞങ്ങൾ കൃപ ചെയ്തല്ലോ. ഇന്ന് പകൽവേള തിരുസന്നിധാനം ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത് ദൈവനാമത്തിന് മഹത്വമായി, തിരുവടികൾക്ക് അനുഗ്രഹമായി, വിടുതലായി തീരുവാൻ പരിശുദ്ധ പിതാവേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂട്ടിവരുത്തിയ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. അവിടെ ജനത്തെ ആളാം പ്രതി അനുഗ്രഹിക്കണമേ. കടന്നുവരുള്ള പ്രിയപ്പെട്ടവരെ എത്രമേയും കൂട്ടിവരുത്തണം. വഴിമതിയായിരിക്കുന്നവരെ സൂക്ഷിക്കണമേ. വാഹനങ്ങളെ നിയന്ത്രിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങൾ, ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷേമത്തോടെ കൂട്ടിവരും. ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മാവിൻ്റെ നിറവിൽ അങ്ങേ ആരാധിപ്പാൻ, പാടുവാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം ഞങ്ങൾ കൃപ ചെയ്യണം. കർത്താവെ, ആത്മാവിൽ പാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നല്ല സംഗീതം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. നല്ല സാക്ഷ്യങ്ങൾ വിടുന്നതിൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, നല്ല വചന ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. കൃപ ഞങ്ങളിൽ പകരും. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. അവരെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പാടുവാൻ, ആരാധിപ്പാൻ, അങ്ങ് മഹത്വം കരയേറ്റുവാൻ ദൈവം കൃപ നൽകണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് വിടുതൽ പ്രാപി സന്തോഷത്തോടെ മടങ്ങിപ്പോടെയാക്കണം. ഇവിടുത്തെ മേശമേലെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. എളിവിനെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. സഹായിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്ര ഗീതങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. പാടും ഞാൻ പരമേശ്വരന് സതതം, എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരൻ. പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്ന കാലമാതിങ്കൽ. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്ന കാലമാതിങ്കൽ. ആർത്തിയെ തീർത്താവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ, ആർത്തിയെ തീർത്താവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ. ആർത്തിയറിഞ്ഞവൻ തന്റെ വാർത്തയെനിക്ക് പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പാനം ചെയ്യുവാൻ കഷ്ടതയിൻ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൻ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിലാവിയാലെ പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. ആർക്കുമേവൻ സാധ്യമല്ലാതാത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ പൊന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർക്കുമേവൻ സാധ്യമല്ലാതാത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. പാർത്തവേനൻ ദുരിതങ്ങൾ ഓർത്തവേനൻ പ്രാർത്ഥനകൾ, പാർത്തവേനൻ ദുരിതങ്ങൾ ഓർത്തവേനൻ പ്രാർത്ഥനകൾ, തീർത്തവേനൻ ദുരിതങ്ങൾ വാഗ്ദത്തത്തിനാവിയാലെ പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം.
ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി തന്നാനുദീനമേനിക്കാവൻ. ദൂതഗണം കാവലായി തന്നാനുദീനമേനിക്കാവൻ. നൂതനാമം ദൂതഗണം ഊനമെന്നെ നൽകിയിടുന്നു. പാടും ഞാൻ പരമേശ്വരോ സതതം. എന്റെ പാപമെല്ലാം പോക്കിയാൽ പാടും ഞാൻ പരമേശ്വരോ സതതം. കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവെ പോലാകിടും തന്നെ. കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവെ പോലാകിടും തന്നെ. ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്ന് നിന്നു ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്ന് നിന്നു ചാർത്തണവാനാവൻ എന്നെ യോഗ്യനാക്കി തീർത്തതോർത്തു പാടും ഞാൻ പരമേശ്വരോ സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരോ സതതം. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണുകൾ കൊതിച്ചിടുന്നധികമായി കൊതുകമോളെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണുകൾ കൊതിച്ചിടുന്നധികമായി കൊതുകമോളെ. കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കുവാൻ. കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കുവാൻ. കാതുകേളും കൊതിക്കുന്ന കാരുണ്യവാരിയുടെ ദേവ പാടും ഞാൻ പരമേശ്വരോ സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരോ സതതം. വാട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരു ഉത്തമമാവകാശം ലഭ്യമാകുവാൻ. വാട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരു ഉത്തമമാവകാശം ലഭ്യമാകുവാൻ. തിട്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മണിയാറെ. തിട്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മണിയാറെ. പാട്ടുപാടും കൂട്ടരുമായി കോടി കോടി പാടും പരമേശ്വരോ സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരോ സതതം. കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവെ പോലാകിടും തന്നെ. കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവെ പോലാകിടും തന്നെ. ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി. ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി. ചാർത്തിടുവാനവൻ എന്നെ യോഗ്യനാക്കി തീർത്തതോർത്തു പാടും ഞാൻ പരമേശ്വരോ സതതം. പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരോ സതതം. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണുകൾ കൊതിച്ചിടും അധികമായി കൊതുകമോളെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണുകൾ കൊതിച്ചിടും അധികമായി കൊതുകമോളെ. കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കുവാൻ. കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കുവാൻ. കാതുകേളും കൊതിക്കുന്ന കാരുണ്യവാരിയുടെ ദേവ പാടും ഞാൻ പരമേശ്വരോ സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരോ സതതം. വാട്ടവും മാലിന്യവും ഒട്ടുമേശിടാതെയുള്ളൊരു ഉത്തമമാവകാശം ലഭ്യമാകുവാൻ. വാട്ടവും മാലിന്യവും ഒട്ടുമേശിടാതെയുള്ളൊരു ഉത്തമമാവകാശം ലഭ്യമാകുവാൻ. ഇഷ്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മണിയാറെ. ഇഷ്ടമായിട്ടവൻ
കോടി കോടി യുഗം വാഴാൻ പാടും ഞാൻ പരമേശ്വരനു സതതം എന്റെ പാപമെല്ലാം പോക്കിയതാൻ പാടും ഞാൻ പരമേശ്വരനു സതതം എന്റെ പാപമെല്ലാം പോക്കിയതാൻ പാടും ഞാൻ പരമേശ്വരനു സതതം എന്റെ പാപമെല്ലാം പോക്കിയതാൻ പാടും ഞാൻ പരമേശ്വരനു സതതം ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ, സ്തുതിക്ക് യോഗ്യനായ ദൈവത്തെ, പുകഴ്ചയ്ക്ക് യോഗ്യനായ ദൈവത്തെ ശക്തിയോടെ ആരാധിച്ചു മകത്വപ്പെടട്ടെ. ദൈവകൃപ ഇതുപോലെ വേള നമ്മുടെ മധ്യേ വ്യാപരിക്കപ്പെടുവാൻ, നമ്മൾ ഓരോരുത്തരും ദൈവകൃപ വ്യാപരിക്കപ്പെടുവാൻ. Glory to God, Jesus. Hallelujah, hallelujah, hallelujah. Thank you, Lord Jesus. Hallelujah, hallelujah. ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. വിശുദ്ധ സഭായോഗമായി ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. കഴിഞ്ഞ രാത്രി വേള നമുക്കെല്ലാം സുഖകരമായ നിദ്ര ദൈവം നൽകി. ദൈവം നമ്മെ താങ്ങിയതിനാൽ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, ഒരുമിച്ച് കൂടി വന്ന് സഭായോഗമായി കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. കഴിഞ്ഞ ദിനങ്ങൾ നടത്തിയ ദൈവം പിന്നെയും നമ്മെ നടത്തുവാൻ ശക്തനാകിയാൽ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കടന്നു ദൈവമക്കളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവകൃപ എല്ലാവരിലും വ്യാപരിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ, വിടുതലോടെ, അനുഗ്രഹത്തോടെ മടങ്ങി പോകുവാൻ ഇന്ന് പകൽവേള കടന്നു വന്ന പ്രിയപ്പെട്ടവർ രോഗികളായി, ക്ഷീണിതരായി, ക്ലേശരായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനം അവർ അനുഭവിച്ച് മടങ്ങിപ്പോകേണ്ടതിനായി മറ്റു ഭാരങ്ങളോടെ, വേദനയോടെ ആയിരിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അത്ഭുതരമാവണം സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ ഹല്ലേലൂയ വ്യാപാരം, ആ ശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്ന് പകൽവേള നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന സഹോദരന്മാരുടെ ഒരാൾക്ക് ശബ്ദം ഉയർത്തി തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ.
കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളായിരം സ്ഥാനത്ത് ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളെ വിശുദ്ധ കർത്താവേ, ഞങ്ങളെ സൂക്ഷിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. എത്രയായിരങ്ങൾ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കർത്താവേ ലോകത്തിൽ ഭാരപ്പെട്ടപ്പോൾ, എത്രയായിരങ്ങൾ കർത്താവേ ലോകത്തിൽ ആപത്തനർത്ഥങ്ങൾ ലോകത്തിൽ മാറ്റപ്പെട്ടപ്പോൾ, അതിലുപരിയായിട്ട് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളായിരം സ്ഥാനത്ത് ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളെ സൂക്ഷിച്ച അവൻ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുന്നു. കർത്താവേ, അങ്ങയെ സ്തുതിപ്പാൻ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച് ഫലം പ്രാപിപ്പാൻ തക്കണമെന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വലിയവനാകയാൽ കർത്താവേ, അങ്ങയുടെ സന്നിധി അല്ലാതെ ഞങ്ങൾ കടന്നു വരുവാൻ മറ്റൊരിടമില്ല. അവിടുന്ന് ഞങ്ങൾക്ക് അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭുവായിരിക്കാൽ അങ്ങിൽ തന്നെ ഞങ്ങൾ ആശ്രയിച്ച് ഞങ്ങളുടെ ആവശ്യഭാരങ്ങളുമായിട്ട് അങ്ങോട്ട് കടന്നു വരികയാണ്. കർത്താവേ, ഞങ്ങൾ ആരാധിപ്പാൻ ഞങ്ങൾ കൃപ തന്നാട്ട് സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന കാഴ്ചവെപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളിന് തടസ്സമായിരിക്കാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കിൽ, ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ വിചാരം, ഞങ്ങളുടെ ചിന്തകളും നോട്ടത്തിലുള്ള എല്ലാ കുറവുകളും ഹാബേലിന്റെ യുദ്ധത്തെക്കാലം ഗുണകരമായി സംസാരിച്ച സംഗീതത്താൽ കഴിച്ചുദ്ധീകരിച്ച് അവിടെ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗം സന്തോഷിപ്പാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മറച്ചുകൊണ്ട്, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്ത് പാടുമ്പോൾ ജീവനുള്ള ദേശത്തിലുള്ളവനായ ദൈവത്തെ വീണ്ടും സ്തുതിപ്പാൻ ആരാധിപ്പാൻ ഞങ്ങൾക്കെന്ന സാവകാശനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ സന്നിൽ കടന്നിരിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. എല്ലാവരും അവിടുത്തെ കരുസമുടമായിട്ട് സമർപ്പിക്കുന്നു. ഹൃദയങ്ങളെ അറിയുന്നവനായ ഒരു ദൈവം അഗ്നിജ്വാലിക്കുന്ന കണ്ണുള്ള നടുവിലാണല്ലോ ഞങ്ങളായിരിക്കുന്നത്. ഹൃദയത്തോടെ അവിടെ സംസാരിക്കണമേ. ഹൃദയങ്ങളെ അറിഞ്ഞ് അവിടുത്തെ പ്രവർത്തിപ്പാൻ ശക്തനാകിയാൽ സ്തോത്രം. കർത്താവേ, വീണ്ടും അവിടെ സന്നിൽ ഞങ്ങളെ ആരാധിപ്പാൻ പാടുവാൻ ആത്മാവിൽ പ്രാപിപ്പാൻ കൊണ്ട് ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. നല്ല സങ്കീർത്തനം ഞങ്ങൾക്ക് തരുമാറാകണമേ. ഏതാത്മാവിൽ എഴുതിയിരിക്കുന്നു അതേ ആത്മാവിൽ തന്നെ സംസാരിപ്പാൻ അവിടുത്തെ വൃത്തിനെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. അവിടെ ജനങ്ങൾക്ക് അത് കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ, ബലം പ്രാപിപ്പാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾ തരുമാറാകണമേ. അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ സംസാരിപ്പാൻ അവിടുത്തെ വൃത്തിനെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഒരു മനുഷ്യ ശബ്ദം കേൾപ്പാനല്ല, സ്വർഗീയ ശബ്ദം കേൾപ്പാൻ, ആത്മീയാഹാരം ഭക്ഷിപ്പാൻ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവോടിരുത്തിയാട്ട് കൃപയെ ഞങ്ങളെ സൂക്ഷിച്ചാട്ട് കർത്താവേ, തിരുമേശയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, നിന്റെ അവിടുത്തെ കരങ്ങൾ തരുന്നു. കർത്താവേ, സ്തോത്രം. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നമുക്ക് തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി എല്ലാം ചന്തകുജമായി ചെയ്തെടുപ്പാൻ എല്ലാവരോടും സഹായിക്കണേ. വൃദ്ധന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രങ്ങൾ ഇരുത്തിക്കാട്ട് കൃപയെ ഞങ്ങളെ സൂക്ഷിച്ചാട്ട്, പരിസരങ്ങളെ മുദ്രയിട്ടാട്ട്, ദൈവകൃപ ഞങ്ങളെ പരിപാലിച്ചാട്ട് മാനവും മുദ്രകൊണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് 3-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മുഖത്തുപെടുത്താം. സാം നമ്പർ 3. മൂന്നാം സങ്കീർത്തനം. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് നിൽക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിന്റെ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളമരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെ ചെകിട്ടിത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. കഴിഞ്ഞ രാത്രിവേള സുഖകരമായ വിശ്രമ ദൈവം നമുക്ക് നൽകിയല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നമ്മെ താങ്ങി. ഹല്ലേലൂയ. ഒരു ശത്രു നമ്മുടെ മേൽ ജയം കൊള്ളുവാനിടയാകാതെ, ഒരു ദുഷ്ടൻ നമ്മുടെ മേൽ ജയം കൊള്ളുവാനിടയാകാതെ, മരണത്തിലുള്ള നീക്കുപോക്കുകളൊക്കെ കൽപ്പിച്ച് ഹല്ലേലൂയ ആയുസ്സും ആരോഗ്യം ദൈവം നൽകി. നമ്മുടെ അസ്ഥികളെ ദൈവം ബലപ്പെടുത്തി, മാംസപേശികളെ ദൈവം ബലപ്പെടുത്തി, ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ഹല്ലേലൂയ. യഹോവ നമ്മെ താങ്ങിയതിനാൽ
എഴുന്നേൽക്കുവാനിടയായി അത് ആരോഗ്യത്തോടെ കടന്നു വന്ന് ഇന്ന് പകൽ വേള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കിയല്ലോ. ഹാലെ, നാം കടന്നു വന്ന ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ നമ്മുടെ പാട്ട്, പ്രാർത്ഥന, ഹല്ലേലൂയ, നമ്മുടെ സാക്ഷ്യങ്ങൾ, ഹാലെ, നമ്മുടെ വചനത്തിന്റെ എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമത്തിന് മഹത്വമായി തീരേണ്ടതിന് പിന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. നമ്മുടെ ആശയം മുഴുവൻ നമ്മുടെ കർത്താവാണ്, നമ്മുടെ സങ്കേതം നമ്മുടെ ദൈവമാണ്, ദൈവത്തിന്റെ മാർവിലാണ് നമുക്ക് വിശ്രമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽവേള ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. എന്നെ യേശു അല്ലാതെ എനിക്കൊരാശ്രയം ഭൂവിൽ ഇല്ല എന്നുള്ള പാട്ട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. യേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ നിൻ മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും ഭാരത്തിലും നിസ്തുല്യൻ പ്രിയൻ എൻ രക്ഷകനായ ദൈവമേ, ഹല്ലേലൂയ. യേശു മാത്രം മതി എനിക്കേതു നേരത്തു. രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും യേശു മാത്രം മതി എനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തു എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസാഖിയാ. ഈ ലോകസാഖി എല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകനായ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ലാതില്ലാരും എൻ യേശു മാത്രം മതി എനിക്കേതു നേരത്തു. എൻ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും എൻ യേശു മാത്രം മതി എനിക്കേതു നേരത്തു. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല
ആശ്രയം എന്റെ യേശു കർത്താവേ. എന്റെ രക്ഷകനായ ദൈവമേ, നീ എന്റെ യേശു മാത്രം മതി. എനിക്കേതു നേരത്തു എന്റെ രക്ഷകനായ ദൈവമേ, നീ യേശു മാത്രം മതി. എനിക്കേതു നേരത്തു എന്നെ യേശുവല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂവിൽ. നിന്മാർവിലല്ലാതില്ലെനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും ഭാരത്തിലും നിസ്തുലൻ പ്രിയൻ. എന്റെ രക്ഷകനായ ദൈവമേ, നീ അല്ലാതില്ലാരോ. എന്റെ യേശു മാത്രം മതി. എനിക്കേതു നേരത്തു എന്റെ രക്ഷകനായ ദൈവമേ, നീ അല്ലാതില്ലാരോ. എന്നെ യേശു മാത്രം മതി. എനിക്കേതു നേരത്തു യേശു മാത്രം മതി. എനിക്കേതു നേരത്തു. Praise the Lord. Hallelujah. Hallelujah. Amen. ഒരു പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, നമ്മുടെ കർത്താവിനെ വാഴ്ത്തുവാൻ. നമ്മുടെ ജീവകാലമെല്ലാം ഈ മരുഭൂമിയിൽ നന്ദിയോടെ ദൈവത്തെ പാടി സ്തുതിപ്പാനിടയാകട്ടെ. അടവി തെരുക്കളിനിടയിൽ ഒരു നാരകമെന്ന് വണ്ണം നമുക്കൊരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. തരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണ. അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ ശ്രേഷ്ഠനമേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ, ഞാൻ പാടിയിടുമേ. പുഷ്പം ശാരോനിലാവേ, താമരയുമേ താഴ്വരയിൽ. പനിനീർ പുഷ്പം ശാരോനിലാവേ, താമര
താഴ്വരയിൽ വിശുദ്ധരിലാതി വിശുദ്ധനാവേ ആ സൗന്ദര്യ സമ്പൂർണനേ വിശുദ്ധരിലാതി വിശുദ്ധനാവേ ആ സൗന്ദര്യ സമ്പൂർണനേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ പകർന്ന തൈലം പോൽ നിന്നാമാ വാരിൽ സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാമാ വാരിൽ സൗരഭ്യം വീശുന്നതാ വഴി ദുഷിതിന്മാരേരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വഴി ദുഷിതിന്മാരേരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ തിരുക്കാരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ തിരുവിതമിയെ തികച്ചിടുവാ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ തിരുവിതമിയെ തികച്ചിടുവാ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ എന്റെ വേലയെ തികച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ എന്റെ വേലയെ തികച്ചുകൊണ്ട് മുൻപിൽ ഞാൻ നിന്നിടുവാ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ പകർന്ന തൈലം പോൽ നിന്നാവാ വാരിൽ സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാവാ വാരിൽ സൗരഭ്യം വീശുന്നതാ വഴി ദുഷിതിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വഴി ദുഷിതിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വാഴ്ത്തുമേ ഹല്ലേലൂയ ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ അനുക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ അനുക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കാരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ തിരുക്കാരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ തിരുഹിതമിയെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ
കൊണ്ട് നിന്റെ മുന്നിൽ ഞാൻ നിന്നിടുവാൻ, എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുന്നിൽ ഞാൻ നിന്നിടുവാൻ. പാട്ടുമേ എന്റെ പ്രിയനേ, ജീവകാലമെല്ലാം നീ വരൂരാമേ, നന്ദിയോടെ ഞാൻ പാടിയിടുവേ, നന്ദിയോടെ ഞാൻ പാടിയിടുവേ. വാഴ്ത്തുമേ എന്റെ പ്രിയനേ, ജീവകാലമെല്ലാം നീ വരൂരാമേ, നന്ദിയോടെ ഞാൻ പാടിയിടുവേ, നന്ദിയോടെ ഞാൻ പാടിയിടുവേ, നന്ദിയോടെ ഞാൻ പാടിയിടുവേ, നന്ദിയോടെ ഞാൻ പാടിയിടുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, Praise the Lord. Thank you, Lord Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. യേശുവിന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. Hallelujah. Hallelujah. Thank you, Jesus. പരിശുദ്ധ പിതാവേ, തൃക്കരങ്ങളിൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കും. മനക്ലേശങ്ങളാൽ, ദുഃഖങ്ങളാൽ ഭാരപ്പെടുമ്പോൾ, നിരാശപ്പെടുമ്പോൾ ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആശ്വാസവും ധൈര്യവും ബലവും പ്രാപിച്ചു മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ഒക്കെ ഞങ്ങളെ ശക്തീകരിച്ചത് ഓർത്ത് സ്തോത്രം. നല്ല സംഗീതത്തിന് ഭാഗം ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് സ്തോത്രം. ഇതിൽ കൂടെ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ ഹൃദയമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഗാനശുശ്രൂഷകൾ
നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തിയല്ലോ. പിന്നെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ് പാടുവാൻ, അങ്ങയ്ക്ക് വേണ്ടി പാടുവാൻ ദൈവകൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്കും അവിടുന്ന് അവസരം നൽകിയത് ഓർത്ത് സ്തോത്രം. അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സന്നിധാനത്തിലായിരിക്കുന്ന സമയം മുഴുവൻ ഭയത്തോടും ഭക്തിയോടെ ആയിരുന്നു അങ്ങേക്ക് സ്തോത്രം ചെയ്ത് അങ്ങേ മുഖത്തപ്പെടുത്താൻ കൃപ ചെയ്യണം. പ്രാർത്ഥന ഘട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശബ്ദവും കരങ്ങളും ഉയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ മുഖത്തുപെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി വന്ന് ദൈവത്തെ മുഖത്തുപെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന ദൈവസഭാ കൗൺസിൽ, ദൈവസഭയുടെ മുതിർന്നവരായ പ്രിയപ്പെട്ടവർ, ഏവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി വേളയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. ദൈവം നമ്മെ താങ്ങിയതിനാൽ ഈ പ്രഭാതത്തിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മുഖത്തപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് പകൽവേള ദൈവസന്നിധാനത്തിൽ നന്ദിയുള്ളവരായി ദൈവം ചെയ്ത സകല നന്മകൾക്കും നന്ദി കരേറ്റുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ ദൈവത്തിന് എത്ര നന്ദി കരയേറ്റിയാലും അത് മതിയാകുകയില്ല. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും, കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും വിടുവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ പരിപാലനവും സ്തോത്രം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ട് മുന്നേറുന്നു. സ്തോത്രം. കർത്താവ് പിന്നെ നമ്മെ ശക്തീകരിക്കട്ടെ. അധികം കൃപയാൽ നമ്മെ നിറച്ച് അനുഗ്രഹത്തോടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. 3-ാം സങ്കീർത്തനമാണ് ഇന്ന് രാവിലെ സമയം നാം വാക്യപ്രതിവാക്യമായി പാടി ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനിടയായത്. ദാവീദ് തൻ്റെ മകൻ അബ്ശാലോം നിമിത്തം കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ട സാഹചര്യം വന്നപ്പോൾ പാടിയ പാട്ടായി ദൈവം തന്നെ വിടുവിക്കേണ്ടത് ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥനയായി ഈ സങ്കീർത്തനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള പ്രത്യാശയും പ്രതീക്ഷയൊക്കെ വച്ച് പുലർത്തിയ ഒരു ദൈവഭക്തനായിരുന്നു ദാവീദ്. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കൂടെ താൻ കടന്നു പോകേണ്ടി വന്നു. തൻ്റെ വീട്ടിൽ നിന്ന് എതിർപ്പ് ഉണ്ടായി, സുഹൃത്തുക്കളിൽ നിന്ന് തനിക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നു. സ്തോത്രം. അങ്ങനെ വിവിധ നിലകളിൽ ശത്രുക്കളിൽ നിന്നും, തൻ്റെ സ്വന്തക്കാരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, സ്നേഹിതരിൽ നിന്നൊക്കെ തനിക്ക് എതിർപ്പ് നേരിട്ട സന്ദർഭത്തിലും ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടുത്താതെ, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ, പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ, ഈ പ്രതിസന്ധിയുടെ നടുവിലും തന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ വിടുവിച്ച് ഞാനായിരുന്ന സ്ഥാനത്തേക്ക് എന്നെ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള പ്രത്യാശയോടെ ദാവീദ് ദൈവസന്നിധാനത്തിൽ പാടുക. തൻ്റെ മകൻ്റെയും കൂട്ടുകാരുടെയും ആക്രമണവും വഞ്ചനയും, തൻ്റെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന തൻ്റെ സഹപ്രവർത്തകരുടെയൊക്കെ വഞ്ചനയുടെ നടുവിലും ദാവീദ് നിരാശനായി തകർന്നു പോയില്ല. നിരാശ തൻ്റെ ജീവിതത്തിൽ കടന്നു പോയി, പക്ഷേ അതിൻ്റെ നടുവിലും താൻ തകർന്നു പോയില്ല.
ഒരു ദൈവവൈതലിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതയാണ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും തളർന്നു പോകാതെ, തകർന്നു പോകാതെ, നിരാശയിൽപ്പെട്ട് അഴൽന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ളത് ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തോടുകൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സ്തോത്രം. ദൈവം പോലും തന്നെ കൈവിട്ടു, രക്ഷിക്കുവാൻ ആരുമില്ല, ഒരു സഹായവും ഇനി ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ ശത്രുക്കളിൽ നിന്നും അങ്ങനെയുള്ള പരിഹാസങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഇതെല്ലാം നേരിട്ട സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ സംരക്ഷണയിലുള്ള തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ല. ശത്രുക്കൾ പറയുക അവനെ വിടുവിപ്പാൻ ആരുമില്ല, ദൈവം പോലും അവനെ കൈവിട്ടു എന്ന് പറഞ്ഞ സന്ദർഭത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണയിൽ തനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദാവീദ് ഈ പാട്ട് പാടുന്നത്. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് നിൽക്കുന്നവരും അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷയം. മറ്റുള്ളവർ എന്തും പറയട്ടെ. ദാവീദ് പറയുന്നു, ഒരുവൻ എന്നെ കാണാൻ, താൻ രോഗിയായി കിടന്ന സന്ദർഭത്തിൽ ഒരുവൻ എന്നെ കാണാൻ വന്നാൽ പുറത്തു പോയി എന്നെക്കുറിച്ച് അപവാദം, ഇനി അവൻ ജീവിക്കത്തില്ല, ഇനി അവൻ രക്ഷപ്പെടത്തില്ല. മറ്റൊരു സംഗീതം നമുക്കത് കാണാൻ കഴിയും. ഇനി ഇവൻ രക്ഷ പിടിക്കത്തില്ല, ഇവൻ ഇനി കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല. ചിലരൊക്കെ രോഗികളെ കാണാൻ പോയാൽ അവർക്ക് ആശ്വാസം പകരേണ്ടതിന് അവരിൽ വേദന ഉളവാക്കുന്ന പലതും പറഞ്ഞിട്ട് പോലും ഇടയാകും. യോബിൻ്റെ ജീവിതത്തിലുണ്ടായതുപോലെ. എന്നാൽ ദൈവമക്കൾ ആ സന്ദർഭങ്ങളിലും ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടുത്തരുത്, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. പക്ഷേ ദാവീദിന് ദൈവത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. പറയാ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരുമാകുന്നു. ഇപ്പോൾ തനിക്ക് സംരക്ഷണം നഷ്ടപ്പെട്ടു പോയോ? തൻ്റെ സൈന്യങ്ങളിൽ തന്നിൽ നിന്ന് അകന്നുപോയോ? മകൻ നിമിത്തം ഇപ്പോൾ തല കുനിക്കേണ്ടി വന്നു. എൻ്റെ മഹത്വം, രാജാവ് എന്ന മഹത്വം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. തൻ്റെ ഹൃദയത്തിലും അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു. പക്ഷേ അവൻ പറയാ, നീ എൻ്റെ തല ഉയർത്തുന്ന ദൈവമാണ്. മറ്റു സംഗീത ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ തിരുനിവാസന മറവിൽ എന്നെ പാറമേൽ എന്നെ ഉയർത്തും. എന്നെ ഒളിപ്പിക്കുന്ന, സ്തോത്രം, എന്നെ മറയ്ക്കുന്ന, എന്നേക്കുമായി മറച്ച് ഒളിപ്പിച്ച് അവിടെ വയ്ക്കുകയല്ല. സ്തോത്രം, എന്നെ പാറമേൽ ഉയർത്തി ഞാൻ ആരാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ കുനിഞ്ഞിരിക്കുവാൻ, തല താഴ്ത്തി പോകുവാൻ, മറ്റുള്ളവരുടെ മുമ്പ് തല താഴ്ത്തി മുൻപോട്ട് പോകാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കുകയില്ല. ശത്രുക്കളുടെ മുൻപിൽ എന്നെ തല താഴ്ത്തുവാൻ ദൈവം എന്നെ അനുവദിക്കുകയില്ല. എന്നെ പാറമേൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അത് വഴുതി പോകുന്ന പാറയല്ല, ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തുന്ന ദൈവം. കഴിഞ്ഞ നാളുകൾ വഴുതി പോകത്തക്കവണ്ണം പല അവസരങ്ങൾ, പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. വീണ് പോകത്തക്കവണ്ണം, തകർന്നു പോകത്തക്കവണ്ണമുള്ള പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. പക്ഷേ ശത്രു നമ്മുടെ മേൽ ജയഘോഷം കൊള്ളാതിരിപ്പാൻ തക്കവണ്ണം, ശത്രു അല്ലെങ്കിൽ നമ്മെ തകർത്ത് കളഞ്ഞു എന്ന് പറയുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവം നമ്മളെ ഉയർത്തി മാനിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയെ നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ കരുണയെ, കരുതലിനെ നാം മറന്നു പോകരുത്. നമ്മൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ പലരും പറഞ്ഞു, ഇവൻ പോയി, അല്ലെങ്കിൽ ഇവൾ പോയി, ഇവൾ നാട്ടിൽ പോകേണ്ടി വരും, ഇവളുടെ ജോലി നഷ്ടപ്പെടും. പക്ഷേ അങ്ങനെ പറഞ്ഞവരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ദൈവം നമ്മെ അവിടെ നിലനിർത്തി. അനുഭവമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
മറ്റുള്ളവർ പറഞ്ഞു നിനക്ക് രക്ഷയില്ല, ഇനി നിനക്ക് യാതൊരു വഴികളുമില്ല, എല്ലാ വഴികളും അടഞ്ഞുപോയി. മറ്റുള്ളവർ പറയുന്നതല്ല നമ്മുടെ ഭാവി. നമ്മുടെ ദൈവം എന്താണ് നമ്മെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ നമ്മോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, അതാണ് ഹല്ലേലൂയ നമ്മുടെ ഭാവി. ഹല്ലേലൂയ. മറ്റുള്ളവർ പറയുന്നതല്ല നമ്മുടെ ഭാവി. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എന്ന് പറയുന്നു, അതാണ് നമ്മുടെ ഭാവി. ഇങ്ങനെയുള്ള ജീവിത അനുഭവം തന്നെ ജീവിതം വന്നപ്പോൾ തൻ്റെ മകൻ തനിക്കെതിരായ സാഹചര്യം നമുക്കറിയാം. അതിൻ്റെ പശ്ചാത്തലം അപ്പനെ കാണാൻ പോകുന്നവരെ പിടിച്ചു നിർത്തിയിട്ട് അവരോട് പറയാം, നിങ്ങളുടെ കാര്യം കേൾക്കാൻ ആരെയും ആക്കിയിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാര്യവിചാരകത്വം നടത്താം, നിങ്ങളുടെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം വരുത്താം. സ്തോത്ര ആരാധനയ്ക്ക് പോകുമ്പോൾ അവിടെ പറയാം, നിങ്ങൾ ഇവിടെ കൂടി ആരാധിക്കുക, അവിടെ വരെ പോകുന്ന എന്തിനാ, സ്തോത്രം ഇവിടെ ആരാധിക്കുക, ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരെയും തൻ്റെ വശത്താക്കിയപ്പോഴും സ്തോത്രം ദാവീദ് ഭയപ്പെട്ടു പോയില്ല. സ്തോത്രം അവൻ ദൈവത്തിൽ ആശ്രയിക്കുവാനിടയായി. സ്തോത്രം നമ്മുടെ കൂടെ ആരും കൂടാനില്ലെങ്കിലും, ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, നമ്മോട് കൂടെ നിൽക്കുന്നവരെ കൂടെ പിന്തിരിപ്പിച്ചു കൊണ്ട് പോകുമ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളണം, അവരാരും എന്നോട് കൂടെ ഇല്ലെങ്കിലും എന്നോട് കൂടെ നിൽക്കുന്ന ഒരുവനുണ്ട്. സ്തോത്രം. 1000 എൻ്റെ കൂടെ പേരില്ലെങ്കിലും, ലക്ഷക്കണക്കിന് ആളുകൾ എന്നോടൊപ്പം നിൽക്കാനില്ലെങ്കിലും, എന്നോട് നിൽപ്പാൻ, എൻ്റെ കൂടെ നിൽപ്പാൻ ഒരുവനുണ്ട്. അത് മതി എനിക്ക്. സ്തോത്രം. മറ്റുള്ളവരുടെ ആലോചന കേട്ട് പിന്തിരിഞ്ഞു പോകുന്നവരൊന്നും എനിക്ക് വേണ്ട. അവരൊന്നും എൻ്റെ കൂടെ നിൽക്കേണ്ട. അവരുടെ ഒന്നും സഹായം എനിക്ക് വേണ്ട. എന്നെ സഹായിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്, അവൻ മാത്രം മതി എനിക്ക്. സ്തോത്രം. 26 പറയും, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും. എൻ്റെ അല്ലെങ്കിൽ കുടുംബം മാറിപ്പോകട്ടെ, എൻ്റെ മക്കൾ മാറിപ്പോകട്ടെ, എൻ്റെ സഹോദരങ്ങൾ അകന്നു പോകട്ടെ, അവരൊക്കെ എനിക്ക് ഭീഷണിയായി തീരട്ടെ, അവരൊക്കെ എന്നെ നിന്ദിക്കട്ടെ, പരിഹസിക്കട്ടെ, എങ്കിലും എന്നെ ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. അവരോടാണ് എനിക്ക് കാര്യമുള്ളത്. എന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്, അവനോടാണ് എനിക്ക് കാര്യമുള്ളത്. സംഭവിച്ചത് എന്തെന്ന് നമുക്കറിയാം. സ്തോത്രം. അവൻ ഇന്നത്തെ കാലത്തെ പോലെ ഒരു ന്യൂജനായിട്ട് ജീവിച്ചു കാണും ഇന്നത്തെ കാലത്ത്. സ്തോത്രം. അവനോടൊപ്പം കൂടെ ചെറുപ്പക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. സ്തോത്രം. അവരുടെ ആലോചനകളൊക്കെ കേട്ടവൻ പോയി. അപ്പൻ്റെ കൂടെ നിന്നവരും അവനോടൊപ്പം കൂടി. കാരണം ഈ സാഹചര്യം നോക്കി നിൽക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, സൗകര്യം നോക്കി നിൽക്കുന്നവർ. അവർ നമുക്ക് അപകടമാണ്. സ്തോത്രം. അവസാനം സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അബ്ശാലോം എങ്ങനെയാണ് മരിച്ചത് നമുക്കറിയാം. അവൻ്റെ മുടി കരുവേലകത്തിൽ കുരുങ്ങി ആകാശത്തിനും ഭൂമിക്കും മധ്യ തൂങ്ങി നിൽക്കുവാനിടയായി. സ്തോത്രം. ഇന്ന് നമുക്കറിയാം ഒത്തിരി പേരുണ്ട് ഇങ്ങനെ മുടിയും വളർത്തി, സ്തോത്രം, ഇങ്ങനെ പോകുന്ന ഒത്തിരി പേരുണ്ട്. ഓർത്തുകൊള്ളണം, നിന്നെ രക്ഷിക്കാൻ ആരും കാണത്തില്ല. സ്തോത്രം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കും. ഈ ലോകപ്രകാരം ജീവിക്കുന്നവരൊക്കെ അവർ കൈവിടപ്പെട്ടു പോകും. ലോകത്തിൻ്റെ മോഹം മറ്റുള്ളവരെ പോലെ എനിക്കുമാകണമെന്നുള്ള ചിന്ത. സ്തോത്രം. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ എനിക്കും ജീവിക്കണം, മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ മറ്റുള്ളവരെ പോലെ എനിക്കുമാകണം. നോ, ഒരു ദൈവം ഇതിനെ സംബന്ധിച്ച് ഒരിക്കലും അത് ഭൂഷണമല്ല. മറ്റുള്ളവർ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. എൻ്റെ ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അല്ലല്ലോ, മുടിയും വളർത്തി വലിയ രാജകുമാരനായി സ്തോത്രം ജീവിച്ചവനാണ്. പക്ഷേ സ്തോത്രം, അവൻ തൂങ്ങി നിൽക്കുവാനിടയായി. അവനെ കുത്തിക്കൊന്നു. ചരിത്രം നമുക്കറിയാം അല്ലെ. ഞാൻ ആ ഭാഗങ്ങൾ വിടുക. പറഞ്ഞു വന്നത്, ദാവീദിനോടൊപ്പം നിൽക്കാൻ ആരുമില്ലാതിരുന്നപ്പോഴും അവനൊരു ഉറപ്പുണ്ടായിരുന്നു, എന്നോട് നിൽപ്പാൻ ഒരുവനുണ്ട്, അവൻ മതി എനിക്ക്. എത്ര പേർക്ക് ആ തീരുമാനമുണ്ട്? എന്നോടൊക്കെ നിൽക്കാൻ ആരുമില്ലെങ്കിലും, എന്നെ സഹായിക്കുവാൻ ആരുമില്ലെങ്കിലും,
കൂടെ നിന്നവരൊക്കെ മാറിപ്പോയാലും സ്തോത്രം, അവരൊക്കെ വാക്കുമാറിയാലും, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ വാക്കുമാറിയാലും, ഹല്ലേലൂയ, നമ്മൾ അധൈര്യപ്പെട്ടു പോകരുത്. എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ കാലത്തും ഞാൻ നിന്നോട് കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും നമുക്ക് ഹല്ലേലൂയ ഭാരപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയം വസിക്കും. 1000 ജനങ്ങളെ കണ്ട് ഞാൻ എന്ത് ചെയ്യില്ല? ഞാൻ ഭയപ്പെടത്തില്ല. ദാവീദ് പറയാ, എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നു. 1000 അങ്ങനെയുള്ള 1000 അല്ലെങ്കിൽ ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. ഇത് കണ്ട് ദൈവത്തോട് ദൈവമേ നീ ഒന്ന് എഴുന്നേൽക്കണമേ. സ്തോത്രം. എൻ്റെ ദൈവമേ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. ദൈവത്തോടെ നിലവിളിക്കുക. ആദ്യമേ നിലവിളിച്ചു തുടങ്ങി, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ദാവീദ് അവസാനം പറയാൻ ശ്രദ്ധിക്കണേ. സ്തോത്രം. അല്ല, യഹോവയുടെ വൈരികൾ എത്ര പെരുകിയിരിക്കും, എന്നോട് എതിർക്കുന്നവരും അനേകരാകുന്നു എന്ന് വേദനയോടെ ദുഃഖത്തോടെ ദൈവസന്നിധാനത്തിൽ നിലവിളിച്ച ദാവീദ് ആ സങ്കീർത്തനത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്ത് നീ അടിച്ചു, അവരുടെ പല്ലുകളെ നീ തകർത്തു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. സ്തോത്രം. രക്ഷ യഹോവയ്ക്കുള്ളതാണ്. സ്തോത്രം. രക്ഷ മനുഷ്യനുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. അവൻ നമ്മെ രക്ഷിക്കും. ആ ഉറപ്പോടെ ദിവസങ്ങൾ നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുന്നു. സ്തോത്രം. പ്രാരംഭമായി കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വാക്യം പറയുന്നതായിരിക്കും. Our children will come forward and say the Bible verse. Ashlyn Susan Biju. Praise the Lord. Romans 8 verses 28. And we know that in all things God works for the good of those who love Him, who have been called according to His purpose. Amen. നമുക്ക് നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിലും ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ കൂട്ടിവരുത്തിയല്ലോ. അവരായിരുന്ന ഇടങ്ങളൊക്കെ ദൈവം അവരെ സൂക്ഷിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നവരുണ്ട്. വിവിധ ഇടങ്ങളിൽ പഠനത്തോളം ബദലായിരിക്കുന്ന കുഞ്ഞുങ്ങളവരെല്ലാം ദൈവം സഹായിക്കേണ്ടതിനായി, കൃപ എല്ലാവരുടെ മേലും പകരേണ്ടതിനായി, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയും അനുസരണവും ദൈവഭക്തിയുമുള്ളവരായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ അവർ നമ്മുടെ കരങ്ങളെ നീട്ടി അവരെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവം അവരുടെ മേൽ പകർന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഈ ആഴ്ചയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ കടന്നു വന്ന് അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കി. കർത്താവിൻ്റെ കൃപ അവരിൽ പകർന്നവരെ പരിപാലിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠനത്തോടും മറ്റുമായിരിക്കുന്നവരുണ്ട്. നാട്ടിൽ വെക്കേഷൻ ബന്ധത്തിൽ കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ട്. ദൈവം അവരെല്ലാം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥന കൃപയിൽ പരിപാലിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകൃപയുള്ളവരായി, അനുസരണമുള്ളവരായി, ദൈവത്തിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി, മാതൃകയുള്ളവരായി, ദൈവഭയമുള്ളവരായി, ദൈവഭക്തിയുള്ളവരായി ജീവിപ്പാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. സഭയായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെക്കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരേണ്ടതിനായി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വർഗീയ പിതാവേ. Shout 3 hallelujah. Loudly, loudly. Amen. God bless you. Be seated. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
സഭ അറിഞ്ഞിരിക്കുന്ന പോലെ അടിയൻ്റെ മദറിൻലോയുടെ വേർപാടിന് അനുബന്ധിച്ച് സഭയായി ദേവദാസനും കുടുംബവും സഭയിലെ പ്രിയപ്പെട്ട അടിയുടെ ഭവനത്തിൽ കഴിഞ്ഞ സന്ധ്യയിൽ കടന്നു വരികയും പ്രാർത്ഥിച്ചു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രിയിൽ അടിയുടെ നാട്ടിലേക്ക് കടന്നു പോകുന്നു. യാത്രയോർത്തും നാളത്തെ ഫ്യൂണൽ ശുശ്രൂഷയ്ക്കും ഏറ്റവും അനുമായി നടപ്പാൻ പ്രത്യേക മഴയുണ്ട്, കാലാവസ്ഥ പ്രതികൂലമുണ്ട്. തുടർന്ന് എല്ലാവരുടെയും ദേവദാസൻ്റെയും കുടുംബത്തിൻ്റെയും സഭയുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേക അടികളുടെ മടക്കയാത്ര ചൊവ്വാഴ്ച പ്രത്യേക ദാസി ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദേവസനിൽ ഇരുന്നുകൊള്ളുന്നു. वैसे यीशु संभालेगा, सीने से वो लगाएगा, चिंता सब हटाएगा, सीने से वो लगाएगा, चिंता सब वो हटाएगा। जैसे माता संभालती है वैसे यीशु संभालेगा, जैसे माता संभालती है वैसे यीशु संभालेगा। हालेलुया 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 हालेलुया। ദൈവനാമത്തോണ്ടാട്ടെ. ഈ വില്ലേജ് അപ്പോൾ കാലം ദിവസം കടന്നു വരാം. ഇപ്പോൾ സാക്ഷിയെ നിൽക്കാൻ ദൈവം അടിയൻ സഹായിച്ചതിനെ സ്വപ്നം ചെയ്തു. ദൈവമത്തോണ്ട് വരുന്ന ജൂലൈ 2-ാം തീയതി യൂത്ത് ഫെലോഷിപ്പ് മിഷൻ ട്രിപ്പായിട്ട് നാട്ടിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ കടന്നു ചെന്ന് അവിടുന്ന് പ്രവർത്തനങ്ങളൊക്കെ ദൈവകൃപയാൽ നല്ല നടക്കുവാൻ അവിടുത്തെ കാലാവസ്ഥയിൽ എല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമായി തീരുവാൻ ദേവദാസൻ്റെ കുടുംബത്തിന് ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു സാക്ഷ്യം ഒരു വാക്യം വായിച്ചിട്ട് ദൈവസന്നിധിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. Psalms 67 verse 1 and 2. May God be gracious to us and bless us and make his face shine upon us, that all the way he may know toward our salvation among all the nations. ചെറിയ സാക്ഷ്യം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രസ്താവിച്ച സാക്ഷ്യവാചകങ്ങൾ കേട്ടല്ലോ. നമ്മുടെ പ്രിയ ജോൺ വർഗീസാൻ്റെ മദറിലോ കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് വാങ്ങിപ്പോയി. ദുഃഖത്തിൽ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്നു. പ്രിയ അജായൻ ഇന്ന് രാത്രിവേള കടന്നു പോകുന്നു, നാട്ടിലേക്ക് കടന്നു പോകുന്നു. നാളെ ഫ്യൂണൽ സർവീസ് നടക്കുന്നു. കാലാവസ്ഥയൊക്കെ അനുകൂലമായി തീരേണ്ടത്. ഇപ്പോൾ നാട്ടിൽ മഴയുടേതായ പ്രയാസങ്ങൾ വർദ്ധിച്ചു വരുന്നല്ലോ. യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകാതെ കാലാവസ്ഥ അനുകൂലമായി തീരണം. ആ ശുശ്രൂഷ സംബന്ധിക്കുവാനുള്ള പ്രിയപ്പെട്ടവർക്ക് തക്ക സമയത്ത് എത്തിച്ചേരണം. പ്രിയചാനും സമയത്ത് അവിടെ എത്തിച്ചേരുവാൻ തക്കവണ്ണം യാത്രയിലൊക്കെ ദൈവം കൂട്ടുന്നത് സഹായിക്കേണ്ടതിന്, മടക്ക യാത്രയിലും ദൈവം കൂട്ടുന്നത് സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ സനുജ സാക്ഷ്യം പറഞ്ഞ് കേട്ടല്ലോ. 2-ാം തീയതി നാട്ടിലേക്ക് കടന്നു പോകുന്നു മിഷൻ ട്രിപ്പിനുള്ള ബന്ധത്തിൽ. നമ്മുടെ പ്രിയപ്പെട്ട ചിലരൊക്കെ മിഷൻ ട്രിപ്പിനുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നുണ്ട്. ആ മിഷൻ ട്രിപ്പ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കാലാവസ്ഥ ആവശ്യത്തുള്ള ബന്ധത്തിലും അനുകൂലമായിരിക്കണം. യാതൊരു പ്രയാസം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട യാത്രകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ട ചിലരൊക്കെ ശാരീരമായി വളരെ ക്ലേശത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ നാം ഓർത്ത് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പ്രിയ സഹോദരൻ സാമുവൽ പി തോമസിൻ്റെ സർജറി വിജയകരമായി നടക്കുവാനിടയായി. കഴിഞ്ഞ ദിവസം അല്പമായ പനിയും പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് പനിയൊക്കെ മാറി താൻ നോർമലായിരിക്കുന്നു.
കഴിഞ്ഞ രാത്രി വേള നാം ആവശ്യത്തെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവം പൂർണ്ണമായി വിടുതൽ തനിക്ക് നൽകേണ്ടതിനായി, പൂർണ്ണ സൗഖ്യത്തോടെ, ഇൻഫെക്ഷനോ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ ദൈവം പൂർണ്ണ സൗഖ്യത്തോടെ വിടുതലോടെ ഭവനത്തിലേക്ക് മടക്കി അയക്കേണ്ടതിനായി കർത്താവ് വരുവാൻ താമസിച്ചാൽ ചില നാൾ കഴിഞ്ഞ് മടങ്ങി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവ അവസരം ഒരുക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ തിമോത്തി ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നാം ഓർത്ത് പ്രാർത്ഥിച്ചു. ഒരു മൈനർ സർജറികൾ, തൻ്റെ യൂറിൻ സ്റ്റോണുള്ള ബന്ധത്തിൽ ചെറിയ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വന്നു. ദൈവം പൂർണ്ണമായി ആരോഗ്യത്തോടെ ബലത്തോടെ കാക്കാൻ സൂക്ഷിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവർ പലരും നാട്ടിലേക്ക് കടന്നു പോയിട്ടുണ്ട്. നാട്ടിൽ കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ ഓർത്ത് പങ്കെടുപ്പെട്ട വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരുടെ ഭാഗത്ത് ഒരാൾക്ക് പ്രത്യേകം നമ്മുടെ പ്രിയ സെക്രട്ടറി സാംശാനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഷോൾഡറിന് വേദനയാൽ താൻ ഭാരത്തിലായിരിക്കുന്നു. പൂർണ്ണമായ വിടുതൽ തനിക്ക് നൽകേണ്ടതിനായി ചില ദിവസങ്ങളായി വളരെ വേദനയാൽ താൻ ഭാരപ്പെടുന്നു. ദൈവം പൂർണ്ണമായി വിടുതൽ നൽകേണ്ടതിനായിട്ട് പ്രതികാൽ പ്രിയ സാംശാനെ ഓർത്തും പ്രാർത്ഥിക്കും. Lord, our gracious Heavenly Father, thank you for this wonderful moment you have given us, Lord, to come into your presence, our Lord Father. Thank you for helping us to come into your presence and helping us to worship your name, our Lord Father. I submit this meeting into thy hands, our Lord Father. Thank you for the wonderful songs you have given us, our Lord Father. Thank you for the wonderful worship sessions you have given us, our Lord Father. Thank you for the psalms you have given us, our Lord Father. Thank you for all that you've done for us, our Lord Father. Thank you for blessing this congregation, our Lord Father. I submit the prayer requests that we are placing into your name right now, our Lord Jesus. I pray for John Wagizangal and family, our Lord Father, who is traveling, our Lord Father, who is bearing with loss in their family, our Lord Jesus. Bless them, our Lord Father. May the service be a blessed service, our Lord Father. I pray for the funeral service, our Lord Father. Let it be conducted in a graceful manner, our Lord Father. May your presence be there, our Lord Father. I pray for the prayer request that Brother Sanuj has placed, our Lord Father. I pray for the youth fellowship who is conducting the mission trip, our Lord Father. Let be a great blessing for all those who are traveling, our Lord Father. And I pray for the mission trip, our Lord Father. Help it to be conducted in a smooth and efficient way, our Lord Father. I pray for the people whoever are involved in the mission trip, our Lord Father. Let be a great blessing, our Lord Jesus. I submit all the people who are unwell, our Lord Father, and who requires healing, our Lord Father. I pray for Brother Samuel, our Lord Father. Help him to recover completely, our Lord Father. May you send your word and heal him, our Lord Jesus. Help him to recover as soon as possible, our Lord Jesus. I pray for Brother Timothy, our Lord Father. Help him to be recovered, our Lord Father. Help him to come back and worship together, our Lord Jesus. Send your word and heal him also as well, our Lord Jesus. I pray for Brother Samuel, who is suffering from shoulder ache, our Lord Jesus. Heal him also, Lord Father. Likewise, I pray for all those who are unwell in our church, our Lord Father, and who requires healing, our Lord Father. Help all of them to be healed as soon as possible, and help all of them to recover soon, our Lord Jesus. I pray for all the people who are traveling these days, our Lord Father, who is going to India and coming back, our Lord Father. Keep them safe and sound in their journeys, our Lord Jesus. I pray for this meeting again, our Lord Father. Help us to worship your name in truth and spirit and unity, our Lord Father. I pray for the upcoming message, our Lord Father. I pray for the pastor who is going to deliver the message, our Lord Father. Use him for your ministry, our Lord Father. Help us to understand thy word, our Lord Father, and help it to be a great blessing for all those who are present here, our Lord Jesus. I once again submit each and everyone who is gathered here, our Father, into your thy hands, our Lord Father. In the Master's name, our Lord and Savior Jesus Christ, we pray. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കിടങ്ങളിൽ ദൈവം അവരെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം അതത് സമയങ്ങളിൽ മറുപടി അയച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവം സമാധാനവും ആശ്വാസവും അവർക്ക് നൽകേണ്ടതിനായി, പ്രത്യാശ വർദ്ധിപ്പിച്ച് നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഈ തുടർന്നുള്ള അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു തിരുവചന ഭാഗം വായിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. മതി. ആസായോട്
പ്രവാചകനായ അസരിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവനെ എതിരേറ്റ് പറഞ്ഞ കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. നമുക്കറിയാം ആസ എന്ന രാജാവിനെ കുറിച്ച്. നമ്മുടെ പ്രാർത്ഥനയിൽ മിക്കപ്പോഴും, നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിലോ മറ്റും പരസ്യ പ്രാർത്ഥനയിലും എടുത്ത് ഉച്ചരിച്ച് പ്രാർത്ഥിക്കാറുള്ള ഒരു വാക്യമുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഇതിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ യഹൂദ രാജാവായ ആസയുടെ കാലത്തിൽ, ഭരണകാലഘട്ടത്തിൽ ആസയ്ക്കെതിരെ കുശ്യനായ സേരഹ് യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു. ഇത്യോപ്യൻ രാജാവായ സേരഹ് യുദ്ധത്തിന് കടന്നു വന്നു. അവൻ കടന്നു വന്നത് 10 ലക്ഷം കാലാൽപ്പടയും 300 രഥങ്ങളുമായിട്ട്. എന്നാൽ ആസയുടെ പക്കലുണ്ടായിരുന്ന സൈന്യത്തിൻ്റെ എണ്ണം ആകെ 7,80,000 പേർ. അപ്പോൾ ഏകദേശം ഒരു 2,30,000 പേർ, അല്ലെ, 20,000 പേരുടെ സൈന്യത്തിൻ്റെ ശക്തി വർധനവ് സേരകനുണ്ട്. ഈ വലിയൊരു ജനം തൻ്റെ നേരെ കടന്നു വന്നപ്പോൾ, തനിക്കെതിരായി കടന്നു വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, അവൻ ബലവാനാണ്, സൈന്യം കൊണ്ട് ബലവാനാണ്, ശക്തി കൊണ്ട്, സൈന്യത്തിൻ്റെ ശക്തി കൊണ്ട് ബലവാനാണ്. 10 ലക്ഷം സൈന്യവും 300 രഥങ്ങളുമായിട്ട് എൻ്റെ നേരെ കടന്നു വരുമ്പോൾ അവൻ്റെ മുമ്പിൽ അത്രയും സൈന്യങ്ങളില്ലാത്ത ശക്തി കുറവായ, സൈന്യശക്തി കുറവായ എന്നെ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നമ്മോടൊപ്പം നിൽക്കാൻ ആരുമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തിയൊരു അനുഭവം ഉണ്ടായിരുന്നു. ആരും കൂടെ നിൽക്കാനില്ലാത്ത, പക്ഷെ അപ്പോഴും കൈവിടാത്ത ഒരു ദൈവം ഉണ്ടായിരുന്നു. ഈ സൈന്യങ്ങളെക്കാൾ അപ്പുറമായി, നമ്മോട് കൂടെ ഉണ്ടായിരുന്നവരെക്കാൾ അപ്പുറമായി നമ്മോട് നിൽക്കാൻ ഒരുവനുണ്ടായിരുന്നു. ആസ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ ബലഹീനനാണ്, എനിക്ക് ശക്തിയില്ല, എനിക്ക് പ്രാപ്തിയില്ല, നീ അല്ലാതെ സഹായിപ്പാൻ മറ്റാരുമില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ദൈവസന്നിധാനത്തിൽ എത്തിയപ്പോൾ ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങളൊക്കെ നമുക്ക് ഈ 14-ാം അധ്യായം പഠിക്കും, 14-ാം അധ്യായം 15-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവയായ ദൈവം ആസായിൽ നോക്കിയപ്പോൾ അവൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തതായി അവന് മനസ്സിലായി. ദൈവം ആസയെ സഹായിപ്പാനുണ്ടായ കാരണം ഇതാണ്. അവന്റെ പിതാക്കന്മാരെക്കാൾ വ്യത്യസ്തനായിരുന്നു ആസ. അവന്റെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ, അവന്റെ പിതാവിന്റെ കാലഘട്ടത്തിൽ യഹൂദയിൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടമാടി. ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുടെ എണ്ണം കൂടി. ആരുടെ മേലെ നിയന്ത്രണമില്ലാത്തൊരു അനുഭവത്തിലേക്ക് വന്നു. ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ ജീവിച്ചു. അവർ ബലിയർപ്പിച്ചു. അവർ ഹല്ലേലൂയ അന്യ ദേവന്മാർക്ക് യാഗമർപ്പിച്ചു. അവർ ഇഷ്ടം പോലൊക്കെ അവർ ജീവിച്ചു. ജനമിടയനില്ലാത്ത ആളുകളായി തീർന്നിരിക്കുന്നു, ആടുകളെ പോലെ എന്ന പോലെ.
രാജാവ് ഉണ്ടായിട്ടും അവർക്കിഷ്ടം പോലെ അവർ ജീവിച്ചു. ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ രാജാവിൻ്റെ മൗനാനുവാദത്തോടുകൂടെ ആയിരിക്കണം ഇതൊക്കെ അവിടെ സംഭവിച്ചത്. രാജാവ് തന്നെ ദൈവ വഴി വിട്ടുപോയാൽ പ്രജകൾ പിന്നെ എങ്ങനെയായിത്തീരും? സ്തോത്രം. അവർക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു. പക്ഷേ അനന്തര ഫലമോ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. 13-ാം അധ്യായം പഠിക്കുമ്പോൾ കാണാം. പക്ഷേ ആസയെ സംബന്ധിച്ച് ആസയുടെ കാലഘട്ടം വന്നപ്പോൾ, അവൻ ഭരണം ഏറ്റെടുത്തപ്പോൾ അവന്റെ പിതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായി അവൻ തീർന്നു. യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. ദൈവം നമ്മെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിന് പ്രസാദകരവും ഹിതകരവുമായിട്ടുള്ളത് ചെയ്യുവാനാണ്. നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ഇടങ്ങളിൽ നമ്മൾ വിശ്വസ്തരായി നിലകൊള്ളണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. ഇനി എന്താണ് ദൈവത്തിന് പ്രസാദമുള്ളതെന്നും പ്രസാദമില്ലാത്തതെന്നും തിരിച്ചറിയണം. എങ്കിലും ദൈവത്തിന് പ്രസാദമില്ലാത്തത് എന്താണ് തിരിച്ചറിഞ്ഞെങ്കിലേ അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി എന്തൊക്കെ, അല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി എന്തൊക്കെ ഉണ്ടോ ആദ്യം പ്രകാരമായിരിക്കും നാമും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ഉലച്ചിലുകൾ. ഇവിടെ നാം വായിക്കുന്നത്, ആസ അല്ലെങ്കിൽ ഭരണമേറ്റ് കഴിഞ്ഞപ്പോൾ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. അടുത്തത് 12-ാം വാക്യം, അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു, സ്തംഭവിഗ്രഹങ്ങളെ ഉടച്ച് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുവാനും ന്യായപ്രമാണവും കൽപ്പനയെ ആചരിച്ച് നടക്കാനും കൽപ്പിച്ചു. ജനത്തോട് അറിയിച്ചത്, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ ന്യായപ്രമാണം ആചരിച്ച് ജീവിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇത് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെട്ടതില്ല. അവനവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇന്ന് ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. പകൽവേള ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട നാം ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനാണ് നമ്മെ വേർതിരിച്ചത്. ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് ജീവിപ്പാനാ ദൈവം നമ്മെ വേർതിരിച്ചത്, അല്ല സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനല്ല. സ്തോത്രം. അന്യദൈവങ്ങളെ സേവിക്കുന്ന അവരുടെ നാമങ്ങളെ നാവിന്മേൽ എടുക്കുന്ന എത്രയോ പേർ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. ദൈവത്തിന് അനിഷ്ടമുള്ളത് നാം ചെയ്യാൻ പാടില്ല ഒരു കാലത്തും. ഇവിടെ തൻ്റെ പിതാക്കന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി ജീവിച്ചു. പിതാക്കന്മാർ ചെയ്തതിനനുസരിച്ച് അവർ മുൻപോട്ട് പോയില്ല, ആസ മുമ്പോട്ട് പോയില്ല. തികച്ചും വ്യത്യസ്തനായി ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ജനത്തെ ഭരിക്കുവാൻ, നയിക്കുവാൻ അവൻ തീരുമാനമെടുത്ത് കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നാം വായിക്കുമ്പോൾ അവിടെ തനിക്ക് സ്വസ്ഥത ഉണ്ടായെന്ന ദീർഘവർഷങ്ങൾ അവൻ്റെ കാലഘട്ടത്തിൽ, അവൻ്റെ ഭരണത്തിൽ ആ സ്വസ്ഥത ഉണ്ടായി എന്ന് നമ്മളവിടെ തിരുവചനത്തിൽ വായിക്കും. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉറപ്പുള്ള പട്ടണങ്ങളും യഹൂദയിൽ അവൻ പണിതു. അതിനും ഗോപുരം ഒക്കെ പണിതു. കാരണം യുദ്ധം ചെയ്യേണ്ട അവസരം വന്നില്ല. രാജ്യത്ത് സ്വസ്ഥത നിലകൊണ്ടു. ദൈവത്തെ അന്വേഷിക്കാൻ അവൻ താല്പര്യപ്പെട്ടു. ജനത്തെ അതിലേക്ക് നയിച്ചു. ദൈവത്തിന് അവരുടെ മേൽ പ്രസാദം തോന്നി. അവർക്ക് സ്വസ്ഥത നൽകി എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടം, സ്വസ്ഥമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് സേരഹ് തനിക്കെതിരെ യുദ്ധത്തിന് കടന്നു വന്നത്. 10 ലക്ഷം സൈന്യവുമായിട്ട് 300 രഥങ്ങളുമായിട്ട് തനിക്ക് നേരെ കടന്നു വന്നു. ആ സന്ദർഭത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണം, നീ ഞങ്ങൾക്ക് വേണ്ടി വ്യവഹരിക്കണം. ഇന്ന് പകൽവേള എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
നിങ്ങൾ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ, നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലെന്നുള്ള ചിന്താഗതി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽവേള ഉറപ്പായി വിശ്വസിച്ചോ, നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവൻ നിങ്ങളോട് കൂടെ ഉണ്ട്. സ്തോത്രം. നിങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങളുടെ പ്രതിസന്ധിയിൽ അവൻ നിങ്ങളെ കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല. അല്ലെങ്കിൽ ആസ തൻ്റെ ജീവിത അനുഭവത്തോടുകൂടെ ആസായുടെ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നതാണ്, എന്നെ സഹായിപ്പാൻ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ സഹായിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, യഹോവേ, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എന്നോടൊപ്പം നിൽക്കാൻ ആരുമില്ല. സ്തോത്രം. സേരഹനോട് നിൽക്കാൻ പലരുമുണ്ട്, അവന് സൈന്യത്തിന് ശക്തി അധികമായിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ കൊണ്ട് പലതും ചെയ്യാൻ കഴിയും, പക്ഷേ അതിനപ്പുറമായി ചെയ്യുവാൻ കഴിവുള്ള ഞങ്ങളുടെ ദൈവം, എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം, പൂർണ്ണ നിശ്ചയം എനിക്കുണ്ട്. എനിക്ക് വേണ്ടി ദിവസങ്ങൾ എഴുന്നേറ്റ് പ്രവർത്തിക്കണമേ, എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരണമേ എന്ന് ദൈവ സന്നിധാനത്തുള്ള തന്നെ നിലവിളിയുടെ മുമ്പാകെ ദൈവം തനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുവാനിടയായി. അങ്ങനെയൊക്കെ നാളുകൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. നമുക്ക് വേണ്ടി അവൻ എഴുന്നേറ്റ് വരാൻ പോകുക. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ, നാം കടന്നു പോകുന്ന സ്ഥിതിവിശേഷങ്ങളുടെ നടുവിൽ, നമ്മുടെ രോഗാവസ്ഥകളുടെ നടുവിൽ, അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ അകറ്റി നിർത്തുന്ന അനുഭവങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി ദിവസങ്ങൾ എഴുന്നേറ്റ് വരാൻ പോകുക. ശത്രുവിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ അവൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരാൻ പോകുക. ശ്രദ്ധിക്കണേ. അങ്ങനെ യഹൂദരുടെ മുമ്പാകെ ദൈവം കൂശ്യരെ തോൽപ്പിച്ചു. അവർ തോറ്റോടുമാറിടയായി. ദൈവത്തോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന, ഓവേ ഞങ്ങളെ സഹായിക്കണമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഓവേ നീ ഞങ്ങളുടെ ദൈവം. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് പറയുക, ദൈവമേ അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങല്ലാതെ വേറൊരു ദൈവം എനിക്കില്ല, അങ്ങല്ലാതെ ഒരു ആശ്രയം എനിക്ക് വേറെയില്ല, അങ്ങല്ലാതെ ഒരു ശരണം എനിക്ക് വേറെയില്ല. എന്നെ സഹായിപ്പാൻ കഴിയുന്ന ആരും അങ്ങല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. അങ്ങ് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരണമേ, അങ്ങ് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരണമേ, അങ്ങ് എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരണമേ. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതയാത്രയിൽ അത്ഭുതങ്ങൾ കണ്ടവരവർ. ശത്രുക്കൾ അവരുടെ നേരെ കടന്നു വന്നപ്പോൾ, സർവശക്തിയുമായിട്ട് കടന്നു വന്നപ്പോൾ, സ്തോത്രം, നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, തിരുവചനത്തിൽ വായിക്കുന്നു, ഇടിമുഴക്കം കേൾപ്പിച്ച് അവരെ തോറ്റോടുമാർ, ഭയപ്പെടുത്തി ഓടിച്ചു. തേനീച്ചകളെ വരുത്തി, കടന്നലുകളെ വരുത്തി ദൈവ ശത്രു സൈന്യത്തെ തോൽപ്പിച്ചോടിച്ച ചരിത്രമുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ. ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഇടിമുഴക്കം കേട്ട് ശത്രു ഓടിപ്പോയെന്ന് പറഞ്ഞ്, തേനീച്ചകൾ കടന്നലുകളെ വരുത്തി അവരെ ഓടിച്ചെന്ന് പറഞ്ഞാൽ, സ്തോത്രം, ശത്രുവിന് നേരെ ദൈവം പദ്ധതികൾ, മാനുഷികമായ ചിന്തകൾക്ക് അപ്പുറമായിട്ടാണ് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽവേള വിശ്വസിക്കാൻ കഴിയുമോ? എനിക്ക് വേണ്ടി മറ്റുള്ളവരുടെ പദ്ധതികൾക്ക് വിരുദ്ധമായി അല്ല, എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് പകൽവേള എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും? അല്ല, മാനുഷികമായ ചിന്തകൾക്കപ്പുറമായി, മാനുഷികമായ അല്ലെങ്കിൽ ആലോചനകൾക്കപ്പുറമായി, മാനുഷികമായ അല്ലെങ്കിൽ സംസാരത്തിനപ്പുറമായി, മാനുഷികമായ കഴിവുകൾക്കപ്പുറമായി, മാനുഷികമായ ശക്തികൾക്കപ്പുറമായി, മാനുഷികമായ നിരൂപണങ്ങൾക്കപ്പുറമായി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്നൊരു അത്ഭുതം ചെയ്യും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. എൻ്റെ പ്രശ്നത്തിന് നടുവിൽ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം വെളിപ്പെട്ടു വരുമെന്ന് എത്ര പേര് ഇത് പകൽവേള വിശ്വസിക്കുന്നു? അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവമുണ്ട്. അത് ഏത് വിധത്തിലാണെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയില്ല. സ്തോത്രം. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് നേരെ, അല്ലെങ്കിൽ ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ദൈവം ഇടിമുഴക്കം അയച്ച് അവരെ പരാജയപ്പെടുത്തിയെങ്കിൽ മാനുഷികമായി ആരും വിചാരിച്ചതല്ല അങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന്. ഇസ്രായേൽ ജനം പോലും വിചാരിച്ചതല്ല. ഒരുപക്ഷെ നാം പോലും വിചാരിക്കാത്ത സ്ഥാനത്ത്, ഞാൻ പോലും വിചാരിക്കാത്ത സാഹചര്യങ്ങൾ, നാം വിചാരിക്കാത്ത അത്ഭുതങ്ങൾ, നാം പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആശ്രയിപ്പാൻ കൊള്ളാകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ഇന്ന് പകൽവേള ദൈവത്തിന്റെ മുഖത്തിലേക്ക് നമുക്ക് നോക്കുവാനിടയാകട്ടെ.
കടന്നലുകളെ അയച്ച് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അതുപോലെ സംഭവം കേട്ടിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ചിന്തിച്ചാൽ അതൊട്ട് സാധ്യവുമല്ല. പക്ഷേ ദൈവത്തിന് കഴിയും, ദൈവത്തിന് കഴിയും. അത്ര പേര് വിശ്വസിക്കുന്നു. മാനുഷികമായ വിചാരങ്ങൾക്ക് അപ്പുറമായി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ മാനുഷികമായ ആലോചനയ്ക്ക് മുമ്പാകെ ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ, സംഗീതത്തിൽ വായിച്ച പോലെ, അവന് രക്ഷയില്ല എന്ന് പലരും പറയുന്നു. അവന് രക്ഷയില്ലെന്ന് പലരും പറയുന്നു. പലരും എന്തും പറഞ്ഞോട്ടെ, മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാ. ആ ദൈവത്തിൽ വിശ്വസിക്കാതെ ഉറപ്പായി വിശ്വസിപ്പാടെയാകട്ടെ. എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. മറ്റുള്ളവർ പറയുന്നത് പോലെ അല്ല എൻ്റെ ജീവിതം. മറ്റുള്ളവർ പറയുന്നതനുസരിച്ചല്ല എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നു. എൻ്റെ ദൈവം ഞാൻ കാണാത്ത, ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമായ അത്ഭുതം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഇന്ന് പകൽ വേള വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ആളുകളുടെ ഭൂരിപക്ഷം നോക്കിയല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ജനത്തിന്റെ ബാഹുല്യം നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നു. നമ്മുടെ കൂടെ നിൽക്കാൻ എത്ര പേരെ ഉണ്ട് എന്ന് ദൈവം എണ്ണി നോക്കിയിട്ടല്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ടി നിൽക്കാൻ ആരുമില്ലെങ്കിലും, സ്തോത്രം, നാം ഒറ്റപ്പെട്ടു പോയാലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം, സിംഹങ്ങളുടെ ഗുഹയാണെങ്കിലും തീച്ചൂളയാണെങ്കിലും അല്ലെങ്കിൽ സമുദ്രത്തിന്റെ നടുവിലാണെങ്കിലും ദൈവത്തിന് അതിന് വിഷയമല്ല. നാം എവിടെ ആയിരിക്കുന്നു ദൈവത്തിന് വിഷയമല്ല. നാം ആയിരിക്കുന്ന സാഹചര്യം ദൈവത്തിന് വിഷയമല്ല. നാം ആയിരിക്കുന്ന സ്ഥിതി വിശേഷങ്ങൾ നമ്മുടെ ദൈവത്തിന് വിഷയമല്ല. നമ്മുടെ സമ്പത്തിന്റെ കുറവ് ദൈവത്തിന് വിഷയമല്ല. കാലഘട്ടങ്ങളുടെ ദൈർഘ്യം ദൈവത്തിന് വിഷയമല്ല. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. കാലത്തിന്റെ ദൈർഘ്യം നോക്കിയല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം ഒരാലോചന അറിയിച്ചിട്ട് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ട് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ആ വാഗ്ദത്തം നിറവേറപ്പെടാൻ. സ്തോത്രം. 25 വർഷം കഴിഞ്ഞുകൊണ്ട് മറന്നുപോയി അതങ്ങ് പോകട്ടെന്നല്ല, ദൈവം അതിനൊരു സമയക്രമം വെച്ചിരുന്നു. 25 വർഷം എന്നുള്ളത് അബ്രഹാമിന്റെ ജീവിതത്തിലെ കാലസംഖ്യയാണ്. പക്ഷേ സ്തോത്രം, ദൈവത്തിനത് വിഷയമായിരുന്നില്ല. സ്തോത്രം. എത്രയോ വർഷമായിക്കോട്ടെ, വർഷങ്ങളുടെ പഴക്കമോ അല്ലെങ്കിൽ ദൈവത്തിന് വിഷയമല്ല. ദൈവ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. തക്ക സമയത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. അവരെ തോൽപ്പിച്ചോടിച്ചു. സ്തോത്രം. നാം ഇങ്ങനെ വായിക്കുന്നത്, കൂശ്യർ ആരും ജീവനോടെ ശേഷിക്കാതെ അവർ പട്ടുപോയി. സ്തോത്രം. അവന്റെ സൈന്യത്തിന് മുമ്പാകെ, യഹോവയുടെയും അവന്റെ സൈന്യത്തിന്റെ മുമ്പാകെ എന്ത് ചെയ്തു? അവർ നശിച്ചു പോയി. അവർക്കുള്ള കവർച്ച അവർ എടുത്തുകൊണ്ട് പോരുന്നു. ഇസ്രായേൽ ജനം അവരെ കവർച്ച ഇട്ട് കൊണ്ടുപോരുന്നു. ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിടുക. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കടന്നു വരുമ്പോൾ അവരെ എതിരേറ്റുകൊണ്ട്, സ്തോത്രം, ഓദേദിന്റെ മകനായ അസര്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അവനോട് സംസാരിച്ച കാര്യമാണ് നാം കുറിവാക്യമായി വായിച്ചത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. സ്തോത്രം. 3-ാം വാക്യം ഒന്ന് വായിച്ചു. 15-ന്റെ 3-ാം വാക്യം. ഇസ്രായേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവൻ ആസയോട് സംസാരിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു. ഇസ്രായേലിന്റെ അവസ്ഥ, യഹൂദയുടെ അവസ്ഥ. വർഷങ്ങളായിട്ട് ആരില്ല? പുരോഹിതനില്ല, ന്യായപ്രമാണമില്ല. അവിടെ കുറവുണ്ടായിട്ടല്ല, പക്ഷേ ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ അല്ലെങ്കിൽ യാഗം നടത്താൻ, യാഗം കഴിക്കാൻ ഇപ്പോൾ പുരോഹിതന്മാർ വരുന്നില്ല. സ്തോത്രം. ന്യായപ്രമാണം പറഞ്ഞു കൊടുക്കാൻ ന്യായശാസ്ത്രിമാർ കടന്നു വരുന്നില്ല. എല്ലാവരും ഒരു മന്ദതയിലായി കിടക്കുക, ഉറക്കത്തിലായി കിടക്കുക. ആരും മുമ്പോട്ട് കയറുന്ന വരുവാൻ ധൈര്യം കാണിക്കാതിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ബാലിന്റെ ശക്തികൾ, അശേര പ്രതിഷ്ഠകൾ അവിടെ പ്രബലപ്പെട്ടു. എവിടെ ദൈവമക്കൾ ക്ഷീണിക്കുന്നോ അവിടെ പിശാച് എഴുന്നേൽക്കും.
എവിടെ ദൈവമക്കൾ തളർന്നു പോകുന്നോ അവിടെ പിശാചിന്റെ ശക്തി വർദ്ധിക്കും. ദൈവമക്കൾ ഈ ദിവസങ്ങൾ തളർന്നു പോകാൻ പാടില്ല. ദൈവമക്കൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടായാൽ ശത്രു പ്രബലപ്പെടാനിടയാകും. അങ്ങനെ വരാതിരിക്കാൻ ഇന്ന് പകൽവേള ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, എൻ്റെ ബലഹീനത മാറ്റി, എൻ്റെ അധൈര്യങ്ങൾ മാറ്റി, അല്ലെ എൻ്റെ കുറവുകൾ നീക്കി, എൻ്റെ ബലഹീനതകളൊക്കെ മാറ്റി, അല്ലെ എൻ്റെ ബലത്തോടെ ദിവസങ്ങൾ നടത്തണമേ. ശത്രു എൻ്റെ മേൽ പ്രബലപ്പെടരുത്, ശത്രു എൻ്റെ മേൽ ജയിക്കരുത്, അല്ല രോഗം എന്നെ ജയിക്കരുത്, പ്രശ്നങ്ങൾ എന്നെ ജയിക്കരുത്, പ്രതിസന്ധികൾ എന്നെ ജയിക്കരുത്, അല്ല സാത്താൻ എന്നെ ജയിക്കരുത്. ഈ ദിവസങ്ങളിൽ ശത്രു എൻ്റെ മേൽ പ്രബലപ്പെടാതെ, പ്രതിസന്ധികൾ എൻ്റെ മേൽ പ്രബലപ്പെടാതെ ദൈവം എൻ്റെ മേൽ ബലം വെളിപ്പെടുത്തുവാൻ, ഞാൻ ധൈര്യം പ്രാപിപ്പാൻ, ഞാൻ ബലപ്പെടുവാൻ എനിക്ക് കൃപ നൽകണമേ. ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. ഇവിടെ വായിച്ചത് ഹല്ലേലൂയ, പുരോഹിതനില്ല, ന്യായപ്രമാണമില്ല. സ്തോത്രം. ശമൂവേലിന്റെ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ആലയത്തിലെ വിളക്ക് കെട്ടുപോകുമായിരുന്നു. പ്രമാണം എന്താ? ആലയത്തിലെ വിളക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കെട്ടുപോകാൻ പാടില്ല. അത് 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കണം. അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അതിൽ ഒഴിക്കേണ്ട എണ്ണ ഏതാ? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ, അഴുക്കില്ലാത്ത കരടില്ലാത്ത അല്ലെങ്കിൽ ഒലിവെണ്ണ ഒഴിക്കണം. സ്തോത്രം. അങ്ങനെ ആലയത്തിലെ വിളക്ക് കെട്ടുപോകാതെ നിരന്തരം അതിനെ പരിപാലിക്കണം. അത് പരിപാലിക്കപ്പെടണം. പക്ഷേ ശമൂവേലിന്റെ കാലഘട്ടത്തിൽ, അതിനു മുമ്പുള്ള ആ ഏലിയുടെ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ആലയത്തിൽ വിളക്ക് കെട്ടുപോകുമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു, അല്ല ജനം ബോധിച്ചതുപോലെ പോയിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, പുരോഹിതനും പുരോഹിതന്റെ മക്കളും അവർക്ക് തോന്നിയതുപോലെ ജീവിച്ചു. അതുകൊണ്ട് ഞാനും എനിക്ക് തോന്നിയതുപോലെ നല്ല, മറ്റുള്ളവർ എങ്ങനെ ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവർ ദൈവത്തെ മറന്നു ജീവിക്കട്ടെ, പേര് പറയപ്പെട്ടവർ അല്ല കീർത്തിയുള്ളവർ അവരൊക്കെ ദൈവത്തെ മറന്നു പോകട്ടെ. പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ മറക്കില്ല, ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയില്ല, എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിക്കളയില്ല. ഏത് പ്രതിസന്ധി വന്നാലും, ആരൊക്കെ ഇല്ലെന്ന് വന്നാലും, അത് ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കും. ഇവിടെ എന്താ വായിച്ചത്? സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതരും ന്യായപ്രമാണവും ഇല്ലാതായിരിക്കുന്നു. അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി. അപ്പോൾ എപ്പോഴാണ് ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നത്? ദൈവത്തെ എപ്പോൾ അന്വേഷിക്കുമോ, ദൈവത്തോടെ എപ്പോൾ പ്രാർത്ഥിക്കുമോ, ദൈവത്തിൻ്റെ മുഖം എപ്പോൾ അന്വേഷിക്കുമോ, അപ്പോൾ മാത്രമാണ് നമുക്ക് പരിഹാരമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്. അതുവരെയും ദൈവത്തിന് നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ ദൂരത്ത് മാറിയിരിക്കും, നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിക്കും, എൻ്റെ മുഖം ഞാൻ മറച്ചു കളയും, നിങ്ങൾ നിലവിളിക്കും, വിളിച്ചപേക്ഷിക്കും, ഞാൻ എൻ്റെ ചെവി അടച്ചു കളയും, നിങ്ങളെപ്പോൾ മടങ്ങി വരുന്നു അതുവരെ ഞാൻ ദൂരത്ത് പോയിരിക്കും. സ്തോത്രം. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതൊക്കെ. അപ്പോൾ പറയാം, നിങ്ങൾ മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവിൻ, അല്ലാത്ത കാലത്തോളം ഞാൻ ദൂരത്ത് മാറിയിരിക്കും. നമ്മുടെ ദൈവം നമ്മളെ വിട്ട് ദൂരത്തിരിക്കുന്ന ദൈവമാണ്. ദൈവം പറയും, ഞാൻ നിന്നോട് എല്ലാ കാലത്തും കൂടെ ഉണ്ടെന്ന്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങളില്ലേ? എന്ന് പകൽവേള നമ്മെ ഒന്ന് ശോധന ചെയ്യട്ടെ. സ്തോത്രം. അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്നപ്പോൾ ദൈവത്തിൻ്റെ ആലോചന അറിയിക്കാൻ, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. സ്തോത്രം. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി ഞാൻ സാധ്യമാക്കി തരും. നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങൾക്ക് പ്രതിഫലമുണ്ടാകും. ആർക്ക്? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടാകും. എങ്ങനെ പ്രതിഫലം കിട്ടുന്നത്? നമ്മുടെ വിഷയങ്ങളുമേലുള്ള ദൈവത്തിൻ്റെ വിടുതലായി. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളുമേലുള്ള ദൈവത്തിൻ്റെ വിടുതലായി ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് പ്രതിഫലം തരാൻ പോകുക. ഇന്ന് പകൽവേള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് നടത്തിയല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ ദിവസങ്ങളിൽ എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു പ്രതിഫലം വേണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള പ്രതിഫലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണം. എനിക്കത് അനുഭവിച്ചറിയണം, എനിക്കത് പ്രാപിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഓടാം, നമ്മുടെ തലകളെ വണക്കാം, ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്ര. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കട്ടെ. ആ ദൈവത്തിലേക്ക് നമുക്ക് നോക്കട്ടെ.
കുഞ്ഞടാകുന്ന ക്രിസ്തുവിങ്കിലേക്ക് നമുക്ക് നോക്കുവാനിടയാകട്ടെ. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന പരമയാഗമായ കർത്താവിങ്കിലേക്ക് നമുക്ക് നോക്കാം. പാട്ട് പാടുന്ന സുവർമാ ദയവായി മുമ്പോട്ട് കടന്നു വരാം. സ്തോത്രം. ശുശ്രൂഷയിൽ സഹകരിക്കുന്ന കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷ സഹകരിക്കുന്ന പ്രിയപ്പെട്ടവർ മുമ്പോട്ട് കടന്നു വരട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവേ, ഇന്ന് പകൽവേള തിരുമേശയുടെ മുമ്പാകെ ഞാൻ അടുത്തു വന്നിരിക്കുന്നു. ഇതിലേക്ക് കൈനീട്ടുവാൻ ഞാൻ യോഗ്യനാണ്. ഇല്ലെങ്കിൽ എന്നെ ഒന്ന് കഴുകണമേ. എവിടെങ്കിലും ഒരു പാകപ്പിഴ